സ്വാഭാവികമായും ഇന്നത്തെ ദിവസം ഇത് ഒരു കൗതുക കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി സഞ്ചരിച്ച ആ വാഹനത്തെക്കുറിച്ചൊരു അന്വേഷണം നടത്തുമല്ലോ. മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. പിണറായി വിജയൻ ഇന്ന് യാത്ര ചെയ്തത് തുടർച്ചയായി നിയമം ലംഘിക്കുന്ന വാഹനത്തിൽ. നിയമം കാറ്റിൽ പറത്തുന്നതാകട്ടെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ പേരിലുള്ള വാഹനം. സീറ്റ് ബെൽറ്റ് ഇടാതെയും എയർ ഹോൺ വെച്ചും അമിത വേഗത്തിൽ പാഞ്ഞിട്ടുമൊക്കെ ഈ വാഹനം ഇതുവരെ ഒപ്പിച്ചിട്ടുള്ളത് 18 ചലാനാണ്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി. സ്റ്റെഫിൻ, മുഖ്യമന്ത്രി സഞ്ചരിച്ച കാർ ഏതാണെന്നൊരു കൗതുകത്തിന് നോക്കുന്നത് സ്വാഭാവികമാണ്. ആ കൗതുകം നമ്മളെ എത്തിച്ചത് എവിടെയാണ്? ശ്രീജ, വലിയ നിയമലംഘനങ്ങളുടെ കഥയാണ് യഥാർത്ഥത്തിൽ ഇന്ന് മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനത്തിന് പറയാനുള്ളത്. ഏതാണ്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുത്തു നോക്കിയാൽ ഒട്ടുമിക്ക സ്ഥലത്തും വിവിധ ജില്ലകളിൽ വിവിധ സ്ഥലങ്ങളിൽ ഈ വാഹനത്തിൻ്റെ നിയമലംഘനങ്ങളുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ 2024 മുതലുള്ള നിയമലംഘനങ്ങളാണ്. കോഴിക്കോട്, ഇരിട്ടി, മയ്യിൽ, മങ്ങാട്ടുപറമ്പ്, തിരുവില്ലാമല, പാലക്കാട്, പുതിയതിരി, കിളിമാനൂർ, മാന്നാർ, അവസാനം വഴുതക്കാട്, ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പല ദൃശ്യങ്ങൾ അല്ലെങ്കിൽ രേഖകൾ പരിശോധിക്കുകയാണെങ്കിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മുൻവശത്ത് സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ വരെയുണ്ട്. അതൊക്കെ വലിയ തരത്തിലുള്ള നിയമലംഘനങ്ങൾ. അത് പലതും ഫോട്ടോ എടുത്തത് MVD ഉദ്യോഗസ്ഥർ ഈ കാറാണ് എന്ന് അറിയാതെ ഫോട്ടോ എടുത്ത് ആ നിയമലംഘനങ്ങളുണ്ട്. ഇതിനൊന്നും തന്നെ പിഴ അടച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയ ഒരു പ്രത്യേകതയായി എടുത്തു കാണേണ്ടത്. ഒപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ ആധികാരികത ഒന്ന് പരിശോധിക്കണമായിരുന്നു. സെക്രട്ടറി AKG സെൻറ്റർ ആ അഡ്രസ്സിലുള്ള വാഹനമാണ്. അതായത് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പേരിലുള്ള ഔദ്യോഗിക വാഹനം. ആരാണോ സെക്രട്ടറി ആയിരിക്കുന്നത് ആ സെക്രട്ടറിയുടെ പേരിലുള്ള വാഹനം, സെക്രട്ടറി ഉപയോഗിക്കുന്ന വാഹനം. സാധാരണഗതിയിൽ ഈ വാഹനം ഉപയോഗിക്കുന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇന്ന് പ്രത്യേക സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഔദ്യോഗിക വാഹനമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ വാഹനം ഇന്ന് വിട്ടു നൽകിയത്. അതിനുശേഷം ആ വാഹനത്തിലാണ് മുഖ്യമന്ത്രി ക്ലബ് ഹൗസിലേക്കും തിരിച്ചുമെല്ലാം തന്നെ യാത്ര നടത്തിയത്. ഏതായാലും ആ യാത്രയിൽ നിയമലംഘനങ്ങളൊന്നും തന്നെയില്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നടത്തിയ നിയമലംഘനങ്ങളുണ്ട്. പ്രത്യേകിച്ചും അമിത വേഗത്തിന് നിയമലംഘനമുണ്ട്. അത് 2025 കിളിമാനൂരിൽ വെച്ചാണ് ആ അമിത വേഗത്തിൻ്റെ നിയമലംഘനം ഉള്ളത്. പാലക്കാട് വെച്ച് സിഗ്നൽ കട്ട് ചെയ്ത് പോയതിൻ്റെ വിവരമുണ്ട്. അത് 2024 സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനാണ് കൂടുതൽ നിയമലംഘനങ്ങൾ. തിരുവല്ലാമലയിലും മയ്യിലും ഇരിട്ടിയിലും എല്ലാം ദൃശ്യങ്ങളിൽ കാണുന്ന ആ കാറിനകത്തുള്ള ദൃശ്യങ്ങൾ അത് MV ഗോവിന്ദൻ്റേത് തന്നെയല്ലേ? അതെ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മുൻവശത്ത് ഇരിക്കുന്നത് AKG സെൻറ്ററിലെ ജീവനക്കാരനായ സ്ഥിരമായി ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവറാണ്. തൊട്ടിപ്പുറത്ത് പാസഞ്ചർ സീറ്റിൽ ഇരിക്കുന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനാണ്. ആ രേഖകളിൽ കൃത്യമായി അത് കാണാവുന്നതേ ഉള്ളൂ. ഏതായാലും വലിയ ഒരു നിയമ ലംഘനങ്ങൾ ഒരുപാട് ഏറെയുള്ള വാഹനത്തിൽ ആണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ യാത്ര എന്നതാണ് ഒരു വലിയ കൗതുകമായി കാണേണ്ടത്. പ്രത്യേകിച്ചും ചില കുറഞ്ഞ ഫൈനൊക്കെ ഉള്ളൂ. ചില ഫൈനൊക്കെ 200 രൂപ 250 രൂപ മാത്രമേ ഉള്ളൂ. അതൊന്നും അടച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ എടുത്തു കാണേണ്ടത്. നിയമത്തെപ്പറ്റി അല്ലെങ്കിൽ നിയമ സംരക്ഷണത്തെ പറ്റിയൊക്കെ ഇങ്ങനെ പലപ്പോഴും വാദോരാതെ സംസാരിക്കുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി തന്നെ ഇത്തരത്തിലുള്ള നിയമലംഘനം നടത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒപ്പം തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കുക എന്ന് പറയുന്നത് അതൊരു നിയമമാണ്. അത് ജനങ്ങളുടെ സുരക്ഷ അല്ലെങ്കിൽ യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് അതൊരു നിയമമാണ്. അതോടൊപ്പം സൺഫിലിമൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമലംഘനങ്ങൾ ആ വണ്ടിയിലുണ്ട്. സീറ്റ് ബെൽറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ. MV ഗോവിന്ദനെ പിടിച്ച് കെട്ടാൻ അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് സീറ്റ് ബെൽറ്റ് വേണ്ട എന്നൊരു ധാരണയാണോ ഇത്തരത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അങ്ങനെ യാത്ര ചെയ്യുന്നതിന് കാരണം എന്നുള്ളതും അറിയേണ്ടതാണ്. ഏതായാലും അങ്ങനെ ഒരുപാട് നിയമലംഘനങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെ പേരിൽ ഏതാണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിയമം തെറ്റിച്ചിട്ടുണ്ട് ഈ വണ്ടി എന്നുള്ളതാണ് നമുക്ക് ഓരോ നിയമലംഘനങ്ങളും വിശദമായി പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ അവസാനത്തെ യാത്ര അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിലേക്ക് അദ്ദേഹം വന്നുപോയ ആ യാത്രയും ഈ വാഹനം കാരണം ഒരു വിവാദത്തിൽ ചെന്നെത്തി നിൽക്കുകയാണ്. യാത്ര ചെയ്യുന്ന വാഹനമൊക്കെ ഇനി അല്പം സൂക്ഷിക്കുന്നതും നന്നായിരിക്കുമെന്ന് തോന്നുന്നു ഈ സ്ഥാനം ഒഴിഞ്ഞവരൊക്കെ. കാരണം ഇത്രയും നാൾ ഔദ്യോഗിക വാഹനമായതുകൊണ്ട് വലിയ കുഴപ്പങ്ങളില്ല. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറിയുടെ കാറിന് 18 ചലാനാണുള്ളത്. നമ്മുടെയൊക്കെ വാഹനങ്ങൾക്ക് ചിലപ്പോൾ 1-2 ചലാനൊക്കെ വന്നിട്ടുണ്ടാകും. പക്ഷേ അത് അപ്പോൾ തന്നെ അടയ്ക്കുക എന്നത് പൗരബോധമുള്ള നമ്മളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ 18 ചലാൻ, അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു പക്ഷാഭേദവുമില്ല. സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 18 ചലാനാണ് ഇന്ന് മുഖ്യമന്ത്രി സഞ്ചരിച്ച ആ കാറിന് ഉള്ളത്. AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്.